ഒരുപാട് പേരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു പ്രധാന മേഖലയാണ് സിനിമ. അവിടെ വിജയിച്ചവരുടെ കഥകൾ മാത്രമേ മാലോകർ അറിയുന്നുള്ളൂ. തകർന്നവരും തളർന്നവരും കൂടി അവിടെയുണ്ട്. സിനിമയെ ജീവവായുവായി കണ്ട് കുറച്ച് ചെറുപ്പക്കാർ, അതിൽ പ്രധാനികൾ ശങ്കർ, ലൂയിസ്. അവരുടെ സ്വപ്നങ്ങൾക്കും ചർച്ചകൾക്കും കൂട്ടായി മണിസ്വാമിയുടെ മണീസ് കഫേ. അവരെന്നും ഒന്നിച്ചായിരുന്നു, ഒരു കുടുംബം പോലെ ചേർത്ത് നിർത്താൻ മണിസ്വാമിയും ഭാര്യ ഈശ്വരിയും. ശങ്കർ, വസിഷ്ഠ ലക്ഷ്മി, മണിസ്വാമി, ഈശ്വരി, അവരുടെ പ്രണയാർദ്രമായ നാളുകൾ. ഈശ്വരി മണിസ്വാമിയുടേതാകാൻ പ്രധാന കാരണം ഈ ലോകത്ത് മണിക്ക് വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ലൂയിസ്, ആ ചെറുപ്പക്കാരൻ സൗഹൃദത്തിന്റെ പര്യായമാണ്. വസിഷ്ഠ ശങ്കറിൽ നിന്ന് അകലാനുണ്ടായ കാരണം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാതി വഴി എത്തിയപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ബാക്കി വായിച്ചു തീർത്തത്. അരുവി എന്ന എഴുത്തുകാരി ഏറെ പ്രശംസ അർഹിക്കുന്നുണ്ട്. മാൻകൈൻഡ് പ്രസിദ്ധീകരിച്ച അരുവി എഴുതിയ 1987 കാതൽ കോഫി എന്ന ഈ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് തന്നെയാണ്.